പുറത്തുനിന്ന് വന്നവർ ഒരുപാട് കാര്യങ്ങൾ അക്ബറിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അക്ബർ ക്യാമറയുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണം, മീഡിയക്കാരുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണം എന്നൊക്കെയുള്ള ക്ലാസ് നെവിനും കൂടെ പങ്കുവെച്ച് കൊടുക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ വരും, നമ്മളതനുസരിച്ച് നിൽക്കണം. നമ്മളൊന്ന് തുമ്മിയാൽ പോലും അത് വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി മാറ്റുന്ന സൈസ് ചോദ്യങ്ങളും ഉണ്ടാവും, ആളുകളും ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിൽക്കേണ്ടതെന്നൊക്കെ നെവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഒനിലും നമ്മുടെ അഭിലാഷും അങ്ങോട്ട് വരികയാണ്. അന്നേരം പറയുന്നുണ്ട് നെവിന്, ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ആ മുൻഷി അവിടെ നിന്നുകൊണ്ട് ഓരോന്ന് പറയുന്നു. അവരെ എടുത്ത് മാറ്റടാ, അയാൾ എന്തുവാ ഇത് വന്നപ്പം മുതൽ ഓരോ പ്രശ്നങ്ങൾ, അയാളെ എടുത്ത് മാറ്റുന്നൊക്കെ അഭിലാഷ് പറയുന്നുണ്ട്. അപ്പം നെവിൻ പറയുകയാണ്, ഞാനങ്ങ് സൈലൻ്റായി. എൻ്റെ മനസ്സിൽ അപ്പോഴത്തേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫൈനൽ 7 എല്ലാവരോടും സിഗരറ്റ് റൂമിലോട്ട് പോയിട്ട് അവിടെ ആയി പിന്നെ ചർച്ച. അപ്പം നെവിൻ പറയുകയാണ്, ഞാൻ അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് നോക്കുന്നു, നിങ്ങൾക്ക് നാണമില്ലേ? ക്യാമറയെ നോക്കി പറയാണ്. എന്നിട്ട് നെവിൻ പറയുന്നുണ്ട്, ഞാൻ ഇതിന് മുമ്പൊക്കെ ക്യാമറയെ കാണുമ്പോൾ അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഇപ്പം ഞാൻ ക്യാമറയെ കാണുമ്പോൾ ഞാൻ ഓടി ഒളിക്കുക, എനിക്ക് പേടിയായി. കാരണം എന്ത് പറഞ്ഞാലും പുറത്ത് പോകുമല്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ല. അഭിലാഷിനോടും ഒന്നിനോടും പറയുന്നുണ്ട്, നിങ്ങളൊക്കെ പിന്നെ ഇപ്പം ക്യാമറയുടെ മുന്നിൽ നിന്ന് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട് നെവിന്. ഈ ഒരു ടീമിൻ്റെ കൂടെ കയറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിവിൻ്റെ ഒരു നെഗറ്റീവ്. അതുപോലെ തന്നെ ആതിര നൂറ ടീം, ഇവരുടെ കൂടെയൊക്കെ ചേരുമ്പോൾ മാത്രമാണ് നിവിൻ്റെ സ്വഭാവത്തിനകത്ത് വ്യത്യാസം വന്നിട്ട് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരോട് ഭയങ്കര പ്രശ്നത്തിനും വഴക്കിനും ഒക്കെ പോകുന്നത്. ഇല്ലെങ്കിൽ നെവിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ 5 വരേണ്ടുന്ന ഒരു കണ്ടസ്റ്റൻറ്റും കപ്പ് പോലും എടുത്തേനെയായിരുന്നു.